ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരോട് വിട ചൊല്ലുന്ന ഭാഗമാണത്. ഞാൻ പോകുന്നു എന്ന് യേശു പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഭയവും ആശങ്കയും നിറയുന്നു. കാരണം അവർ ജീവിതത്തിൻ്റെ എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ പിന്തുടർന്നവരാണ്. ഇനി ഗുരു ഇല്ലെങ്കിൽ എന്താകും അവരുടെ ഭാവി? എന്നാൽ ആ ദുഃഖത്തിനിടയിൽ യേശു ഒരു വലിയ പ്രത്യാശയാണ് നൽകുന്നത്. ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. കാരണം ഞാൻ പോകാതെ ഇരുന്നാൽ സഹായകൻ നിങ്ങളിലേക്ക് വരികയില്ല. ഇവിടെ യേശു പറയുന്ന സഹായകൻ പരിശുദ്ധാത്മാവാണ്. അതായത് യേശുവിൻ്റെ ശരീര സാന്നിധ്യം അവസാനിച്ചാലും ദൈവത്തിൻ്റെ സാന്നിധ്യം അവസാനിക്കുന്നില്ല. മറിച്ച് പരിശുദ്ധാത്മാവിലൂടെ ദൈവം കൂടുതൽ ആഴത്തിൽ മനുഷ്യഹൃദയങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ദൈവം എവിടെയാണ് എന്ന് ചോദിക്കുന്ന നിമിഷങ്ങളുണ്ടാകും. പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്തപ്പോൾ, നാം സ്നേഹിക്കുന്നവർ അകന്നു പോകുമ്പോൾ, രോഗങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ, ചിലപ്പോൾ ദൈവം നമ്മെ വിട്ടുപോയതുപോലെ തോന്നും. എന്നാൽ ഇന്നത്തെ വചനം നമ്മോട് പറയുന്നത് ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുന്നില്ല എന്നതാണ്. നമ്മെ നയിക്കാനും ശക്തിപ്പെടുത്താനും പരിശുദ്ധാത്മാവിനെ അവിടെ നയിക്കുന്നു. പലപ്പോഴും തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ ഉള്ളിൽ നിന്നൊരു ശബ്ദം നമ്മെ തിരുത്താറുണ്ട്. നല്ലത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി നമ്മൾ പ്രവർത്തിക്കുന്നു. വീണുപോയാലും വീണ്ടും എഴുന്നേൽക്കാൻ ഒരു ധൈര്യം ലഭിക്കുന്നു. അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. യേശു പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യത്തെക്കുറിച്ച് 3 കാര്യങ്ങൾ പറയുന്നു. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, വിധിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും. ഇന്നത്തെ ലോകത്തിൽ പാപം പലപ്പോഴും സാധാരണ കാര്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. സത്യം മറച്ചുവെക്കുകയും സ്വാർത്ഥതയും അനീതിയും വിജയമെന്ന് പറയുകയും ചെയ്യുന്ന ഒരു സംസ്കാരം വളരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് മനുഷ്യൻ്റെ മനസ്സാക്ഷി ഉണർത്തുന്നു. ഇത് ദൈവഹിതമല്ല എന്ന് ഉള്ളിൽ നിന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ നീതിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. യേശുവിനെ ലോകം കുറ്റക്കാരനാക്കി ക്രൂശിച്ചെങ്കിലും പിതാവ് അവനെ ഉയർപ്പിലൂടെ മഹത്വപ്പെടുത്തി. അതായത് സത്യവും നീതിയും അവസാനത്തിൽ ജയിക്കുമെന്ന ഉറപ്പാണ് യേശു നൽകുന്നത്. ഇന്നും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർ പലപ്പോഴും ഒറ്റപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ദൈവത്തിന് മുമ്പിൽ അവരുടെ ജീവിതം വിലപ്പെട്ടതാണ്. അവസാനമായി ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പറയുന്നു. അതായത് തിന്മയ്ക്കും പാപത്തിനും അവസാന വാക്കില്ല. ഇരുട്ട് എത്ര ശക്തമായാലും വെളിച്ചത്തെ തോൽപ്പിക്കാനാവില്ല. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതം ഭയത്തിൻ്റെയോ നിരാശയുടെയോ ജീവിതമല്ല, മറിച്ച് പ്രത്യാശയുടെ ജീവിതമാണ്. ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നാം ഒരിക്കലും അനാഥരല്ല. പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പമുണ്ട് എന്ന വലിയ സത്യമാണ്. ജീവിതത്തിൽ ആശയക്കുഴപ്പങ്ങളും ദുഃഖങ്ങളും വന്നാലും പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് പഠിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ സമാധാനവും ശക്തിയും നമ്മുടെ ജീവിതത്തെ നയിക്കും. ആമേൻ.